പ്രണയം എന്ന് പറയുമ്പോൾ ദാമ്പത്യത്തിൽ കുറേ കാലം കഴിയുമ്പോൾ അത് വറ്റിപ്പോകുന്നൊക്കെ നമ്മൾ കേൾക്കാം. ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു തോന്നലുണ്ടാവും. ശരിയാണ് കേട്ടോ, പ്രണയമൊക്കെ വറ്റിപ്പോകാം. പക്ഷേ ഈ പ്രണയം വറ്റിപ്പോകുന്നതിൻ്റെ കാരണം എന്താ? ഒരാൾ മാത്രമാണോ കാരണം? രണ്ടുപേരുടെ ഭാഗത്തുമില്ലേ? പ്രണയിക്കാൻ പാകത്തിൽ രണ്ടുപേരിലും ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ പ്രണയങ്ങളൊക്കെ വറ്റിപ്പോവും. എന്നെ മാത്രം പ്രണയിക്കണം, എനിക്ക് മാത്രം സങ്കല്പം എന്നല്ല, രണ്ട് ഭാഗത്തും സങ്കല്പങ്ങളുണ്ട്. ചില പ്രണയങ്ങളിൽ എങ്ങനെയാണ് ദാമ്പത്യത്തിൽ ഉണ്ടാവുന്നതെന്നറിയോ? നമ്മൾ പറയില്ലേ, വെറുത്ത് ഒരുപാട് ഇഷ്ടമാവുന്നതും. ഒന്നും അറിയാത്ത ഒരാളെ മനസ്സിലാക്കി വരുംതോറും നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നും. ജീവിതത്തിൽ എന്തൊക്കെയോ ആയി മാറുകയാണ്. അതൊരു ഇഷ്ടമാണ്. അവിടെ ഒരു പ്രണയം വേണമെങ്കിലും ആവാം. അപ്പം ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവരും അങ്ങോട്ട് ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും അല്ലെങ്കിലും ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടാണ് സർവൈവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറേ ആളുകൾ അവർക്ക് ഇങ്ങനെ എത്രയോ പ്രണയങ്ങളിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ശത്രുവിനെ മാതിരി ആവുന്നുണ്ട്. അപ്പോൾ ഒട്ടും അറിയാത്ത രണ്ട് വ്യക്തികൾ തമ്മിലൊരു അറേഞ്ച്ഡ് മാരേജിൽ ഇങ്ങനെ പരിചയപ്പെട്ട് എവിടേക്കോ കുറേ ചർച്ചകൾ കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ച് അങ്ങനെ അവിടെ ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഇതിന് എതിരഭിപ്രായമുള്ളവരും ഉണ്ടാവും കേട്ടോ.